മക്കളെ, അറിവിന്റെ വാതിലുകൾ തുറക്കുന്നത് നമ്മുടെ വാക്കുകളിലൂടെയാണ്. ശരീരം ശുദ്ധമാക്കാൻ ജലം മതിയാകും. എന്നാൽ വാക്കുകളെ ശുദ്ധമാക്കാൻ വിവേകം തന്നെ വേണം. വാക്ശുദ്ധി എന്നാൽ വെറുതെ സംസാരിക്കാതിരിക്കലല്ല, മറിച്ച് സംസാരിക്കുന്ന വാക്കുകളിൽ സ്നേഹവും സത്യവും നിറയ്ക്കലാണ്. ഒരിക്കൽ വില്ലിൽ നിന്ന് വിട്ട അമ്പ് തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെയാണ് നാവിലൂടെ പുറത്തുവരുന്ന വാക്കുകളും. ഒരാളുടെ ശരീരത്തിനേറ്റ മുറിവ് കാലക്രമേണ ഉണങ്ങും. എന്നാൽ വാക്കുകൾ കൊണ്ട് ഹൃദയത്തിനേറ്റ മുറിവ് ഉണങ്ങാൻ ജന്മങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് ഓരോ വാക്കും പുറത്തുവിടുന്നതിന് മുൻപ് അത് ആർക്കെങ്കിലും ഗുണകരമാണോ എന്നാലോചിക്കുക. നമ്മുടെ വാക്കുകൾ അല്ലലൊട്ടുമേ ഇല്ലാത്തതായിരിക്കണം. കഠിനമായ വാക്കുകൾ കൊണ്ട് ഒരാളെ തോൽപ്പിക്കുന്നത് വലിയ കാര്യമല്ല, മറിച്ച് സ്നേഹമുള്ള വാക്കുകൾ കൊണ്ട് ഒരാളുടെ ഉള്ളിലെ ഇരുട്ടിനെ മാറ്റുന്നതാണ് യഥാർത്ഥ വിജയം. നാവ് എല്ലില്ലാത്തതാണെങ്കിലും അത് പലരുടെയും എല്ല് ഒടിക്കാൻ കെൽപ്പുള്ളതാണ്. ആ ശക്തിയെ നമ്മൾ നന്മയ്ക്കായി ഉപയോഗിക്കണം. സത്യം പറയുക എന്നത് വാക്ശുദ്ധിയുടെ പ്രധാന ഭാഗമാണ്. എന്നാൽ ആ സത്യം മറ്റൊരാളെ തകർക്കാൻ വേണ്ടിയുള്ളതാകരുത്. അപ്രിയമായ സത്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ പോലും അത് സ്നേഹത്തിൽ ചാലിച്ചു പറയുക. കള്ളം പറയുന്ന നാവ് മനസ്സിനെ അശുദ്ധമാക്കും. അറിവുള്ളവൻ സത്യം മാത്രം സംസാരിക്കുന്നു. അപ്പോൾ അവന്റെ വാക്കുകൾക്ക് ദൈവീകമായ ശക്തി ലഭിക്കുന്നു. കൂടുതൽ സംസാരിക്കുന്നത് അറിവിന്റെ അടയാളമല്ല. അനാവശ്യമായ വാഗ്വാദങ്ങളും പരദൂഷണങ്ങളും വാക്ശുദ്ധിയെ നശിപ്പിക്കും. എത്ര കുറച്ച് സംസാരിക്കാമോ അത്രയും നല്ലത്. ബാക്കി സമയം മൗനമായിരിക്കുക. ആ മൗനത്തിൽ നിന്നാണ് അമൂല്യമായ വാക്കുകൾ ജനിക്കുന്നത്. ഗുരു പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനുമല്ല, മറിച്ച് സ്നേഹമറിയിക്കാനായിരിക്കണം നമ്മുടെ സംസാരം. മക്കളെ, നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മറ്റുള്ളവരുടെ ഉള്ളിൽ ഒരു കുളിർമ ഉണ്ടാകണം. ഒരു പൂവിൽ നിന്ന് സുഗന്ധം വരുന്നതുപോലെ നിങ്ങളുടെ നാവുകളിൽ നിന്ന് നന്മയുടെ വാക്കുകൾ വരട്ടെ. വാക്ശുദ്ധിയുള്ളവന്റെ വാക്കുകൾ ലോകത്തിന് വഴികാട്ടുന്ന മന്ത്രങ്ങളായി മാറും. മനസ്സ് ശുദ്ധമായാൽ വാക്കുകൾ തനിയെ ശുദ്ധമാകും. അതുകൊണ്ട് ഉള്ളിലെപ്പോഴും ആ വെളിച്ചം സൂക്ഷിക്കുക. നിന്റെ വാക്കുകൾ അവരന് സുഖം നൽകുന്നതാകട്ടെ.